പാർലമെന്റ് ബജറ്റ് സമ്മേളന കാലയളവിൽ സഭാ നടപടികൾ അനാവശ്യമായി തടസ്സപ്പെടുത്തി പ്രതിപക്ഷം പാഴാക്കിയത് ഏകദേശം 57 കോടിയോളം രൂപ. 1 മിനിറ്റ് ലോക്സഭ ചേരാൻ ചിലവ് 2.5 ലക്ഷം രൂപയിലധികമാണ്. പ്രതിപക്ഷം 19 മണിക്കൂറും 13 മിനിറ്റും ലോക്സഭ തടസ്സപ്പെടുത്തിയെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ഈ ബജറ്റ് സമ്മേളന കാലയളവ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികളെ തടസ്സപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷം. ഒടുവിൽ പല എംപിമാരെയും സസ്പെൻഡ് ചെയ്യേണ്ട നടപടികൾ പോലും എടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരുന്നു. ഇപ്പോൾ ഓം ബിർള എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ഈ സമീപനം മൂലം രാജ്യത്തിന് നഷ്ടമാകുന്ന കോടികളുടെ കണക്കിനെ പറ്റി പറയൂ നന്ദഗോപൻ. ഗൗതം, മുൻ കരസേനാ മേധാവി എം നരവാന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ സഭയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ പരാമർശങ്ങൾ അത് വസ്തുതാവിരുദ്ധമാണെന്നും പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തെ സംബന്ധിച്ച് ഒരു മാഗസിനിൽ വന്ന ലേഖനം സഭയിൽ ഉദ്ധരിക്കാൻ കഴിയില്ലെന്നും അത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ പലതവണ ആവർത്തിച്ചു. എന്നാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഹുലിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചപ്പോഴൊക്കെ തന്നെ ഈ എം നരവാന്റെ പുസ്തകം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാനായിരുന്നു രാഹുൽ ശ്രമിച്ചത്. പലതവണ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് റൂളിംഗ് ഉണ്ടായി. ഇത്തരം സംസാരങ്ങൾ അനുവദിക്കാൻ കഴിയില്ല, സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് രാഹുലിൻ്റെ പ്രവൃത്തിയെന്ന്. മാത്രമല്ല, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ആ ചർച്ചയിൽ സമാധാനപരമായി ഇതുമായി ബന്ധപ്പെട്ട സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും സഭയുമായി അല്ലെങ്കിൽ സർക്കാരുമായി സഹകരിച്ച് തന്നെ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പ്രതിപക്ഷം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നിരന്തരം കഴിഞ്ഞ 5 ദിവസമായ സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രവൃത്തി മൂലം 19 മണിക്കൂറും 13 മിനിറ്റുമാണ് സഭ ചേരേണ്ട 19 മണിക്കൂറും 13 മിനിറ്റുമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അതായത് ജനോപകാരപ്രദമാകേണ്ട ചർച്ചകൾ, ഭാരതത്തിലെ ഓരോ പൗരനും ഉപകാരപ്രദമാകേണ്ട പല ചർച്ചകളും ഓരോ മണ്ഡലത്തിലെ വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യേണ്ട വളരെ വിലപ്പെട്ട സമയമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ അനാവശ്യ പ്രതിഷേധം എന്ന പേരിൽ നടത്തിയ നാടകങ്ങളുടെ മറവിൽ നഷ്ടമായത് എന്നുള്ളതാണ് പ്രധാനമായും സ്പീക്കർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിനുപരി ഖജനാവിന് വലിയ നഷ്ടം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 മണിക്കൂർ ലോക്സഭ ചേരണമെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് 3 ലക്ഷം രൂപ വരെ, 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ 1 മണിക്കൂർ സഭ ചേരണമെങ്കിൽ ആവശ്യമായി വരും. ഇത് 2012 കണക്കാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു യഥാർത്ഥ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഏതായാലും 2012 കണക്ക് പ്രകാരം 1 മണിക്കൂർ സഭ ചേരാൻ 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാകും. അങ്ങനെ 19 മണിക്കൂർ എന്ന് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ സഭ ചേരണമെങ്കിൽ ഏതാണ്ട് 2.5 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നുള്ളതാണ് കണക്ക്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 19 മണിക്കൂറും 13 മിനിറ്റും പാഴാക്കിയ പ്രതിപക്ഷം പൊതുഖജനാവിന് നഷ്ടപ്പെടുത്തിയത് ഏതാണ്ട് 57 കോടി രൂപയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഇവിടുത്തെ സാധാരണക്കാരന് പ്രയോജനം ചെയ്യേണ്ട പണം, സാധാരണക്കാരന് പ്രയോജനം ചെയ്യേണ്ട സമയം, അതാണ് രാഷ്ട്രീയ നാടകം നടത്തി പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷം വരും ദിവസങ്ങളിലും സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കമാണ്. സ്വാഭാവികമായും ഈ കണക്ക് വലിയ ഒരു കണക്കിലേക്ക് അല്ലെങ്കിൽ വലിയ തുകയിലേക്ക് എത്തപ്പെടും. മണിക്കൂറുകൾ ധാരാളമായി കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും സാധാരണക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ലോക്സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഓക്കെ നന്ദൻ, എന്തായാലും 57 കോടി രൂപയോളം നഷ്ടമാണ് നമ്മുടെ രാജ്യത്തിന് വരുത്തി വെച്ചിരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിൻ്റെ അനാവശ്യ ബഹളം മുതൽ. 19 മണിക്കൂർ സമയം ലോക്സഭ തടസ്സപ്പെടുത്തിയതിലൂടെ നഷ്ടപ്പെട്ടുവെന്നും സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരിക്കുന്നു. വളരെ ആരോഗ്യപരമായിട്ടുള്ള രാജ്യനന്മയ്ക്ക് അനിവാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ട പാർലമെൻറ്റിൽ ഈ രീതിയിൽ ഉള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ സാധാരണക്കാരൻ്റെ പണം തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേർത്ത്.